രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ അതിജീവിതയുടെ പരാതി വന്നിരിക്കുന്നു. നമുക്കൊപ്പം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് കൂടി ചേരുകയാണ്. VK സനോജ്, ഇതുവരെ പരാതിയില്ല എന്നതായിരുന്നല്ലോ ന്യായം. ഇനി ആ ന്യായവുമില്ല. ഇനി എന്ത് ന്യായം പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യും അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരും? ഇനി ഒരു ന്യായവും പറയാനില്ല. പക്ഷെ ന്യായം പറയാനില്ലെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർ പലതും പറയും എന്ന് നമുക്കറിയാലോ. ഇന്നലെയാണ് സുധാകരൻ ഒരു പെൺകുട്ടിയുടെ നിലവിളി ആകെ കേട്ട ദിവസം തന്നെ ഈ രാഹുലിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങളെ കണ്ടത്. സുധാകരൻ എന്താണ് പറഞ്ഞത്? ഇതൊക്കെ ഒരു സാധാരണ സംഭവമാണ്, അവൻ നല്ല പയ്യനാണെന്നാ പറഞ്ഞത്. അപ്പൊ കോൺഗ്രസിലെ പല നേതാക്കന്മാരും ഇയാൾക്ക് വലിയ പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്ക് വേണ്ടിയിട്ട് കോൺഗ്രസ് ഒരു പ്രത്യേക വാർ റൂം തുറന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇയാൾ പ്രതിച്ഛായ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് സിനിമാ നടിമാരെ കൊണ്ടുവരുന്നു, അവിടെ റീൽസ് ഉണ്ടാക്കുന്നു, ഇയാൾക്ക് വേണ്ടിയിട്ട് പലരും പല വഴിയിൽ കമന്റുകൾ ഇടുന്നു. ഇതൊക്കെയല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം നിരവധി പെൺകുട്ടികളുടെ നിലവിളികൾ കൊണ്ട് ഈ കേരളീയ സമൂഹത്തിൽ ആകെ നാണക്കേടുണ്ടാക്കിയിട്ടുള്ള ദിവസങ്ങളായിരുന്നു കടന്നുപോയത്. ആ ഘട്ടത്തിലും എന്റെ ശബ്ദമല്ല അത്, ആ പെൺകുട്ടി അല്ലെങ്കിൽ ഇത് പ്രക്ഷേപണം ചെയ്ത മാധ്യമങ്ങൾ എനിക്കെതിരായിട്ട് വലിയ നീക്കം നടത്തുകയാണ്, ഞാനിതിന് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും എന്ന ഒരു വാക്ക് പറയാനുള്ള ധൈര്യം ഈ രാഹുലിന് ഉണ്ടായിട്ടില്ല. മറ്റ് പലവിധ ഗിർവാണ പ്രസംഗങ്ങളും നടത്തുന്ന ഇദ്ദേഹം എന്തുകൊണ്ടാണ് 2-3 മാസമായിട്ട് ഇത്രയും ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിലേക്ക് വന്ന ഘട്ടത്തിൽ ഇത് ഞാനല്ല എന്നും എന്റെ ശബ്ദമല്ല എന്നും പറയാതിരുന്നത്? പക്ഷേ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ഉണ്ടായിട്ടും കോൺഗ്രസിന്റെ നേതൃത്വം അതാണ് VK സനോജ്, ഇത് എന്റെ ശബ്ദമല്ല എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനല്ല അവരെ ഗർഭിണിയാക്കിയത്, ഞാനല്ല ഈ ഗർഭചിത്രത്തെ കുറിച്ച് സംസാരിച്ചത്, അല്ലെങ്കിൽ എനിക്ക് ഈ പെൺകുട്ടിയെ അറിയില്ല, എന്തൊക്കെ പറയാമായിരുന്നു, ഇതൊന്നും പറയുന്നില്ല. എന്നിട്ട് തെറ്റ് ചെയ്തിട്ടില്ല, കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും. അപ്പോൾ ഈ ചെയ്തതൊന്നും കുറ്റമാണെന്ന് പോലും അല്ലെങ്കിൽ ഇതൊന്നും തെറ്റാണെന്ന് പോലും കരുതാത്ത ഒരാളാണ് പാലക്കാടിന്റെ MLA ആയി നമ്മുടെ നിയമസഭയിലെ ഒരംഗമായി തുടരുന്നത്. എന്ത് നാണക്കേടാണ് നമ്മുടെ ഈ സംസ്ഥാനത്തിന് തന്നെ സനോജ്. ഒരു നിമിഷം പോലും MLA പദവിയിൽ ഇരിക്കാനുള്ള യോഗ്യതയില്ല. ഇത് സാധാരണ നിലയിൽ ഉയർന്നു വരുന്ന ഒരു ആരോപണമല്ല. ഏതെങ്കിലും ഒരു ബന്ധത്തിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയല്ല. ഇത് ഒരു കുട്ടിയുടെ മാത്രം പരാതിയല്ല. ഇതുപോലെ നിരവധി പെൺകുട്ടികൾ ഇങ്ങനെ ഇരകളാക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മുമ്പിൽ തന്നെ 2-3 പെൺകുട്ടികളുടെ ശബ്ദ സന്ദേശങ്ങളും വീഡിയോ ഓഡിയോ ദൃശ്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരാളുമായിട്ടുള്ള ബന്ധത്തിലുണ്ടായിട്ടുള്ളല്ലോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നുമല്ല. ഇത് ഒരു ക്രിമിനൽ പ്രവർത്തനമാണ്, ഇതൊരു സൈക്കോപാത്താണ്. ഇങ്ങനെയുള്ള ആളുകളെ എങ്ങനെയാണ് സമൂഹത്തിൽ ഒരു MLA ആയിട്ട് അംഗീകരിക്കാൻ വേണ്ടി കഴിയുക? എങ്ങനെയാണ് ഒരു പാർട്ടി ഇദ്ദേഹത്തെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? അത്ഭുതം തോന്നില്ലേ? കോൺഗ്രസ് പാർട്ടി അല്ലാതെ മറ്റേതെങ്കിലും ഒരു പാർട്ടിക്ക് ഈ ഇങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെ ചുമക്കാൻ കഴിയുമോ? ആരാണ് ഇദ്ദേഹത്തെ കൊണ്ടു നടക്കുന്നത്? നിങ്ങൾ നോക്ക്. ഈ കൊണ്ടു നടക്കുന്ന ആളുകളുടെ പ്രധാനപ്പെട്ട വാദം സനോജും ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ, M മുകേഷ് MLA ആയി തുടരുന്നില്ലേ എന്ന മറുവാദം. K മുരളീധരൻ ഇപ്പോൾ ഇന്ന് കുറച്ച് സമയം മുൻപുള്ള നിയമസഭയിൽ വേറെ ആളുകളും ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു കൊണട്ടേഷൻ അത് പോകുന്നത് M മുകേഷിലേക്കാണ്. ആ കേസും ഈ കേസും തമ്മിൽ എങ്ങനെയാണ് ഇക്വേറ്റ് ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നത്? ആ കേസും ഈ കേസും തമ്മിൽ നമ്മൾ കുറെ വൈകുന്നേരങ്ങളിൽ ചർച്ച ചെയ്താണല്ലോ. മുകേഷ് MLA-ക്ക് നേരെ ഉയർന്നു വന്ന ഒരു ആരോപണത്തെ പോലെയാണോ ഈ കാര്യങ്ങൾ? ഇത്രമാത്രം തെളിവുകൾ ഈ സമൂഹത്തിനകത്ത് വന്ന അനുഭവം നേരത്തെ ഉണ്ടായിട്ടുണ്ടോ? മുകേഷ്, ഞാനത് വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല, മുകേഷ് MLA-ക്ക് നേരെ കേസ് പരാതി പറഞ്ഞിട്ടുള്ള ആള് പിന്നെ ഏതെല്ലാം കേസുകൾ പ്രതിയായെന്നും അവരിപ്പോ എവിടെയുണ്ടെന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിൽ കിടക്കുന്നില്ല. ഞാനത് പറഞ്ഞത്, ഞാനും അത് സൂചിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല. പക്ഷെ ഇന്നും K മുരളീധരൻ വന്നിട്ട് ഈ ആരോപണം നേരിട്ടവരൊക്കെ നിയമസഭയിൽ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു പോവുകയാണ്. പാസിംഗ് റിമാർക്കാണ്. കോൺഗ്രസിന്റെ നേതൃനിര ഇദ്ദേഹത്തെ ചുമക്കുകയാണ്. എന്തുകൊണ്ട് ചുമക്കുന്നു എന്ന് ചോദിച്ചാൽ ഇദ്ദേഹം ഉൾപ്പെടെയുള്ള ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സുഹൃത്തും ഗുരുവുമായിട്ടുള്ള ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള ഒരു സംഘം ക്രിമിനലുകളുടെ കൈകളിലാണ് കേരളത്തിലെ കോൺഗ്രസ്. അതുകൊണ്ട് മുരളീധരനും പേടിയുണ്ട്, VD സതീശന് പേടിയുണ്ട്, KC വേണുഗോപാൽ ഉൾപ്പെടെ പേടിയുണ്ട്. ഇവരുടെ സംഘം എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു സംഘമാണ്. വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയിട്ട് പ്രസിഡന്റ് സ്ഥാനം പിടിച്ച നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോ ഇവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ, ഇവർ കാട്ടിക്കൂട്ടുന്ന ഈ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങുകയല്ലാതെ മറ്റു വഴിയില്ല എന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഈ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നാണക്കേടാണ്. കോൺഗ്രസിൽ അന്തസ്സും അഭിമാനവും ഉള്ള ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ ഈ ക്രിമിനൽ സംഘത്തിന് മുന്നിൽ കോൺഗ്രസ് പാർട്ടി ഇങ്ങനെ കീഴടങ്ങുന്ന ഘട്ടത്തിൽ അതിനെ തള്ളിപ്പറയാനും കോൺഗ്രസ്. അതുകൊണ്ട് നേരിട്ട് തന്നെ ചോദിക്കുകയാണ്, MLA സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തിയിട്ടില്ല, കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തെന്ന് പാർട്ടി പറയുമ്പോഴും പാർട്ടിയുടെ നേതാക്കൾക്കൊപ്പം പാർട്ടിയുടെ സ്ഥാനം
സ്ഥാനാർത്ഥികൾക്കായി പാലക്കാട്ട് ഇക്കഴിഞ്ഞ അരമണിക്കൂർ മുൻപ് വരെ പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ. കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കുകയിലെ യഥാർത്ഥത്തിൽ പേരിനൊരു നടപടിയെടുത്തുകൊണ്ട് ഈ പാർട്ടി? സുജിയ, ഇത് കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കലാണ്. വി ഡി സതീശൻ എന്താണ് പറഞ്ഞത്? വി ഡി സതീശൻ പറഞ്ഞു, രാഹുലിനെതിരെ നടപടിയെടുത്തത് ഞങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടത് കൊണ്ടാണ്. എന്ത് കാര്യമാണ് രാഹുലിനെതിരായിട്ട് ബോധ്യപ്പെട്ടത് എന്ന് പറയാനുള്ള ആർജവമോ പറയാനുള്ള ധാർമ്മികതയോ വി ഡി സതീശൻ കാണിക്കണ്ടേ? ഇതുവരെ കാണിച്ചിട്ടില്ലല്ലോ. ഈ നിരപരാധിയാണെങ്കിൽ പിന്നെ നടപടിയെടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ എന്തോ കാര്യം ബോധ്യപ്പെട്ടിട്ടുണ്ട്. അത് എനിക്ക് മാത്രമല്ല, കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് എല്ലാം ബോധ്യപ്പെട്ടു. അതുകൊണ്ടാണ് ഞങ്ങൾ മാറ്റി നിർത്തിയത് എന്നാണ് ആവർത്തിച്ച് സതീശൻ പറയുന്നത്. അങ്ങനെ മാറ്റി നിർത്തിയ ഒരാള് പാലക്കാട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു. അങ്ങനെ മാറ്റി നിർത്തിയ ഒരാള് UDF പ്രബല കക്ഷിയായിട്ടുള്ള ലീഗിന്റെ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു. അങ്ങനെ മാറ്റി നിർത്തിയിട്ടുള്ള ഒരാളെ കൊണ്ട് പൊതുവേദികളെല്ലാം പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭത്തിൽ അവർക്ക് വേണ്ടിയിട്ട് മുദ്രാവാക്യം വിളിക്കാൻ DCC നേതാക്കന്മാർ ഉൾപ്പെടെ പോകുന്നു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ ആളുകൾ ഇയാളുടെ വെട്ടിപിടുത്തക്കാരനായിട്ട്. അതായത് അതിൽ നിന്ന് ഒറ്റ കാര്യമേ ഉള്ളൂ, നടപടിയില്ലേ എന്ന മാധ്യമങ്ങളടക്കം ചർച്ചയാക്കിയപ്പോൾ പേരിനൊരു നടപടി എടുക്കുന്നു, മാറ്റി നിർത്തി എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കലാണ്. അതൊരു വ്യാജ നിർമ്മിതിയാണ്. അങ്ങനെ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നു. എന്നാൽ അയാളുടെ കാര്യങ്ങൾ MLA എന്ന നിലയിലുള്ള അയാളുടെ പദവിയും പാർട്ടിയിൽ എങ്ങനെയായിരുന്നോ നേരത്തെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു അതേ രീതിയിൽ അയാൾക്ക് തുടരാനുള്ള അവസരം ഒരു ഭാഗത്തുകൂടി ഒരുക്കി കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായ ഒരു നറേറ്റീവ് സൃഷ്ടിച്ചെടുക്കുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ ഇടതുപക്ഷം ഗർഭക്കേസുമായി വന്നു. പുതിയ നറേറ്റീവാണ് VK സനോജ്. അല്ല, ഞാൻ പറയുന്നത് ഈ പെൺകുട്ടികളുടെ നിലവിളി അത് വ്യാജമാണോ? വ്യാജമാണെങ്കിൽ പിന്നെ ഇദ്ദേഹം അത് പറഞ്ഞിട്ട് ആ ചാനലിലെ പെൺകുട്ടിയുടെ നിലവിളി പ്രക്ഷേപണം ചെയ്ത മാധ്യമ പ്രവർത്തകർക്കെതിരായിട്ട്, മാധ്യമ സ്ഥാപനങ്ങൾക്കെതിരായിട്ട് ഒരു കേസ് കൊടുക്കൂ. നിങ്ങളൊരു കേസ് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ പത്രസമ്മേളനം നടത്തിയിട്ട് ഇത് ഇന്ന ചാനലുകൾ എനിക്കെതിരായിട്ട് ഒരു പെൺകുട്ടിയുടെ വ്യാജ ഓഡിയോ സന്ദേശം പ്രചരിപ്പിക്കുന്നു എന്ന് പറയാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണ്ടേ? അതല്ലേ യഥാർത്ഥ ഹീറോയിസം. അതൊന്നും കാണിക്കാതെ ഇതെല്ലാം ഇലക്ഷൻസ് എന്താണ് എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടി നോക്കിയാൽ അത് നടക്കുന്ന കാര്യമാണോ? കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധരല്ലേ? കേരളത്തിലെ ജനങ്ങൾക്ക് ഇത് മനസ്സിലാവാത്ത പ്രശ്നമുണ്ടോ? ഞാൻ ചോദിക്കുന്നത്, രാഹുലിനെ ഇല്ലാതാക്കാൻ വേണ്ടി, രാഷ്ട്രീയമായി നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പ്രചരിപ്പിച്ചു എന്നാണ് ഇവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അത് തെളിയിച്ചെന്ന് പറ. രാഹുലിനെതിരായിട്ട് വ്യാജ സന്ദേശങ്ങൾ ചില പെൺകുട്ടികളെ വെച്ചിട്ട് ഷൂട്ട് ചെയ്തിട്ട് പ്രചരിപ്പിക്കുന്നു. അത് പക്ഷേ അപ്പോഴും VK സനോജ്, താങ്കൾക്ക് പോയിട്ട് രാഹുലിനെ കൊണ്ട് പറയിപ്പിക്കാൻ കഴിയില്ലല്ലോ നിന്നെ ഞാൻ ഗർഭിണിയാക്കുമെന്ന്. അത് തന്നെയാണ് പറയുന്നത്. ഈ കോൺഗ്രസിന്റെ നേതൃനിര കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം. ഇത്രയും കാലം ഇതുപോലെയുള്ള ഒരു പ്രവർത്തനത്തിന് വേണ്ടി സംസാരിച്ചതിൽ, ന്യായീകരിച്ചതിൽ, ഇദ്ദേഹത്തെ കൊണ്ടു നടന്നതിൽ മാപ്പ് പറയണം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാൻ മനസ്സിലാക്കേണ്ടത്, കോൺഗ്രസിന്റെ സമുന്നതരായ നേതൃനിരയുടെ അടുത്ത് നേരത്തെ തന്നെ നിരവധി ആളുകൾ പരാതി പറഞ്ഞിട്ടുണ്ട്. ഇതിനേക്കാൾ ഞെട്ടിപ്പിക്കുന്ന തെളിവുകൾ ആ നേതൃത്വത്തിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ട്. എന്നിട്ടുമാണ് ഈ സംരക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും എന്തിനു സംരക്ഷിക്കുന്നു? ആ ചോദ്യം അവിടെ നിൽക്കുകയാണ്. VK സനോജ്, ഇക്കാര്യത്തിൽ DYFIയുടെ അടുത്ത നിലപാട് എന്താണ്? മുഖ്യമന്ത്രിയുടെ മുന്നിൽ നീതി തേടി ആ പെൺകുട്ടി എത്തിയിരിക്കുകയാണ്. അവൾക്ക് പിന്തുണ ഒരുക്കണ്ടേ? സൈബർ ഇടങ്ങളിലടക്കം അധിക്ഷേപത്തിന് വിധേയമാവുകയാണ് അവൾ. ഇവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പരാതിയുമായി രംഗത്ത് വരുന്ന പെൺകുട്ടികളെ, ഈ പെൺകുട്ടികൾക്ക് വേണ്ടി വാദിക്കുന്ന ആളുകളെ സൈബർ ഇടത്തിൽ അറ്റാക്ക് ചെയ്ത് നിശബ്ദരാക്കാനാണ് നോക്കുന്നത്. അങ്ങനെ നിശബ്ദരാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ സൈബർ ഇടത്തിൽ ശക്തമായി DYFI ഇടപെടും. കേരളത്തിലെ സ്ത്രീപക്ഷ മനസ്സുള്ള, കേരളത്തിലെ പുരോഗമന മനസ്സുള്ള മുഴുവൻ ആളുകളും ഈ പെൺകുട്ടിക്ക് വേണ്ടി നിലകൊള്ളും. അവിടെ അതിജീവിതയെ സൈബർ ഇടത്തിൽ അറ്റാക്ക് ചെയ്ത് തകർത്ത് കളയാമെന്ന വ്യാമോഹമായിട്ട് ഒരൊറ്റ ഒരുത്തിനും വരേണ്ടതില്ല. അത് സൈബർ ഇടത്തിലും ഞങ്ങൾ കൈകാര്യം ചെയ്യും, പൊതു ഇടത്തിലും ശക്തമായ പ്രതിരോധം തീർത്തുകൊണ്ട് ഈ പെൺകുട്ടിയുടെ കൂടെ നിൽക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. വളരെ നന്ദി ശ്രീ VK സനോജ്.